ഒരു കാലം ഉണ്ടായിരുന്നു, അന്ന് നമ്മുടെ നാട്ടിലൊക്കെ നല്ല സന്തോഷം സമാധാനമാണ്. കാരണം എന്താ, സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പും സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പും നമ്മളുടെ ഉമ്മത്ത് ഒന്ന് സ്വീകരിക്കുകയാണ് സൂര്യനെ, പകലിനെ. രണ്ട്, രാത്രിയെ സ്വീകരിക്കുകയാണ്. അത് രണ്ടും പള്ളിയിൽ ഇങ്ങനെ നിബിഡമായി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഇന്നുണ്ട് അതിന്റെ ചില ശാഖകൾ. ചിന്തിക്കണം മുഅ്മിനീങ്ങളെ, അവിടെയാണ് ശാന്തിയുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു ഒരു ഖുദ്സിയായ ഹദീസിലൂടെ പറയുന്നു, എന്റെ അടിമ എന്നെ ഓർത്താൽ അവനെ ഞാനും ഓർക്കുന്നതാണ്. ഇദാ സക്കറനി അബ്ദി ഫീ നഫ്സിഹി സകർതുഹു ഫീ നഫ്സി. സഹോദരിമാരൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന ആ രംഗം. മുഅ്മിനീങ്ങളായ ആളുകൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കും. മുഅ്മിനീങ്ങളായ ആളുകൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പോഴും പടച്ചോനെ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന. മുഅ്മിനീങ്ങളായ ആളുകൾ ഉറങ്ങുന്ന സമയത്ത് ബിസ്മിക റബ്ബി, അപ്പോഴും അല്ലാഹുവിനെ ഓർക്കും ഉറക്കത്തിൽ. രാവിലെ ഇപ്പോഴൊക്കെ രാവിലെ 5:30 കഴിഞ്ഞ ഉടനെയാണ്, അല്ലെ 5:32 ബാങ്ക്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആ സമയത്ത് എഴുന്നേൽക്കുന്നത് ആരൊക്കെ? നിങ്ങൾ ചിന്തിക്കും. എന്നെ എന്റെ ഒരടിമ ഒറ്റയ്ക്ക് ഓർത്താൽ, എന്റെ ഉമ്മമാരെ വീട്ടിൽ നിങ്ങൾ ഉണരുകയാണ്, നിങ്ങളുടെ 7 വയസ്സായ മോൻ ഉണരുകയാണ്, മോൾ ഉണരുകയാണ്, വീട്ടിലുള്ള ആ പിഞ്ചു ബാല്യങ്ങൾ ഉണർന്ന് അവരിങ്ങനെ വുളൂ ചെയ്യാണ്. ആർക്ക് വേണ്ടി? അല്ലാഹ്. അവരിങ്ങനെ ഖിബിലക്ക് മുന്നിട്ടാണ്, അവര് നിസ്കാരത്തിന് നിയത്ത് ചെയ്യാണ്. 7 വയസ്സായ ഒരു ചെറിയ കുട്ടി, ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താ പറയണത്? വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറസ് സമാവാതി വൽ അർള് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ. 7 വയസ്സായ കുട്ടി ഇത് പറഞ്ഞ് അവൻ 8, 9 ഇങ്ങനെ പോയി 80 വയസ്സായാലും അവൻ അത് പറയും. ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. മുഅ്മിനായ ഒരു മനുഷ്യന്റെ കൽബിൽ എവിടെ അശാന്തി? ചിന്തിക്ക്. തന്നെ അത് മാത്രാണോ പറയുന്നത്? ഒരു 7 വയസ്സായ ഒരു ബാലനെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിന് സ്തുതി. അല്ലാഹു അർറഹ്മാനിർ റഹീമാണ്, മാലികി യൗമിദ്ദീനാണ്. അല്ലാഹു അവിടെ, അല്ലാഹു അവിടെ. അത് കഴിഞ്ഞ് കുറച്ചങ്ങ് കഴിഞ്ഞപ്പോ നീയായി 7 വയസ്സായ കുട്ടി അല്ലാഹുവിനോട് പറയുന്നത് ഇയ്യാക നഅബുദു, ഇയ്യാക നഅബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. അത് കഴിഞ്ഞ 7 വയസ്സുകാരൻ അള്ളാന്റെ മുമ്പിൽ കുനിയാണ്. അപ്പൊ നീയല്ല അവിടെ ഉള്ളത്, ആ കുട്ടിയുടെ കൽബിൽ. അപ്പൊ നീയല്ല. രാവിലെ ലോകം കിടന്നുറങ്ങുമ്പോ ഈ കുട്ടി എഴുന്നേറ്റ് എന്താ പറയുന്നത്? റബ്ബി അല്ലേ? സുബ്ഹാന റബ്ബിയൽ, സുബ്ഹാന റബ്ബിയൽ അദീം. എന്റെ റബ്ബായ അല്ലാഹു എത്ര പരിശുദ്ധനാണ്. സുജൂദിൽ പോയാലും എന്റെ റബ്ബായ അല്ലാഹു സുബ്ഹാന റബ്ബി, ആ റബ്ബിനോട് അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്. ഈ പിഞ്ചുബാലൻ കൈകൾ ഉയർത്തുമ്പോ, പൊന്നുമോള് ചെറിയ കൈകൾ ഉയർത്തുമ്പോ പടച്ചവൻ എങ്ങനെ സന്മാർഗം കൊടുക്കാതിരിക്കും? വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത്. ആ പിഞ്ചുബാലൻ, ആ പൊന്നുമോള് വബാരിക് ലീ ഫീമാ അഅതൈത്, പടച്ചവനെ നീ നൽകിയതിൽ അനുഗ്രഹം ചൊരിയണമെന്ന് പറയുമ്പോ വഖിനി ശർറ മാ ഖളൈത്, എങ്ങനെ പറയാതിരിക്കും? അങ്ങനെയാണ് എന്റെ അടിമ എന്നെ ഓർത്താൽ ഞാൻ അതിനേക്കാളും ഉത്തമമായ ഒരിടത്ത് വെച്ച് അവനെ ഓർക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസിലൂടെ പറയാ. വെറുതെ പറഞ്ഞതല്ലാതെ. മൻ അഹബ്ബ ലിഖാ അല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെട്ടാൽ, വജ്ജഹത്തു വജ്ഹിയല്ലദീ 7 വയസ്സ് മുതൽ പറയുന്ന നമ്മള്
അള്ളാനെ എങ്ങനെയാ കണ്ടുമുട്ടാതിരിക്കുക അള്ളാനെ കണ്ടുമുട്ടാൻ എങ്ങനെ ആഗ്രഹിക്കാതിരിക്കുക? നിങ്ങൾ ചിന്തിക്ക്. 7 വയസ്സ് മുതൽ തുടങ്ങിയതാണ് സുബ്ഹാന റബ്ബി റബ്ബി റബ്ബി, എന്റെ റബ്ബ്. എങ്ങനെ അഹബ്ബ ലിഖാ അല്ലാഹ് നമ്മൾ പെടാതിരിക്കുക? എന്റെ റബ്ബ് എന്ന് എത്ര കാലമായി ഞാൻ പറയാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് എന്റെ റബ്ബിനെ കാണാൻ എനിക്ക് മോഹമില്ലേ? എങ്കിൽ എന്റെ ഈമാൻ പരിപൂർണമല്ല, എങ്കിൽ എന്റെ അമലുകൾ സമ്പൂർണമല്ല, എങ്കിൽ എന്റെ മനസ്സിന് ശാന്തിയില്ല. എന്റെ റബ്ബിനെ എനിക്ക് കണ്ടുമുട്ടാൻ ആഗ്രഹമുണ്ടാകണം, എന്റെ റബ്ബിനോട് എനിക്ക് ഇഷ്ടമുണ്ടാകണം. സുബ്ഹാന റബ്ബി. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വർഗ്ഗത്തിലുള്ള ആളുകളെ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് അങ്ങ് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാരും സ്വർഗ്ഗത്ത് കടന്നു. അവർക്കതാ പഴങ്ങൾ കൊടുക്കുന്നു, ഫലങ്ങൾ കൊടുക്കുന്നു, അവർക്കതാ സുന്ദരമായ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്നു, വിരിപ്പുകളും അവർക്ക് സുഖകരമായ സൗന്ദര്യങ്ങളും കൊടുക്കുന്നു. എല്ലാം കൊടുത്തു കഴിഞ്ഞാലും സ്വർഗക്കാരുടെ മുഖത്ത് കാണാം എന്തോ ഒരു ദുഃഖം. അല്ലാഹു ചോദിക്കും, സ്വർഗക്കാരെ എന്താ നിങ്ങൾക്കൊരു ദുഃഖം? എന്താ നിങ്ങൾക്കൊരു സങ്കടം? അല്ല പറയും സങ്കടം. അള്ളാഹു ചോദിക്കും, എന്താ സ്വർഗ്ഗക്കാരെ നിങ്ങൾക്കൊരു സങ്കടം? ഇതങ്ങനെ സങ്കടപ്പെടാനുള്ള വീടല്ലല്ലോ. എല്ലാരും ഒന്ന് കൈ ഉയർത്തി പിടിച്ച് ആമീൻ പറയും. പടച്ചോനെ, അങ്ങനെ പറയപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ചേർക്കണേ റബ്ബേ. അല്ല സംസാരിക്കുന്നു പറഞ്ഞവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അവര് പറയും, പടച്ചോനെ ഇന്നലനാ മൗഇദൻ ഖദ് ജാഅ വഖ്തു, നീ ഞങ്ങളോടൊരു വാഗ്ദാനമുണ്ടായിരുന്നു, അത് ഇതുവരെ ശരിയായിട്ടില്ല, കിട്ടിയിട്ടില്ല, ഞങ്ങൾ കിട്ടിയിട്ടില്ല. كلا بل تحبون العاجلة وتذرون الآخرة وجوه يومئذ ناظرة إلى ربها ناظرة. അല്ലാഹുവിലേക്ക് നോക്കിയിട്ട് ചില ആളുകളുടെ മുഖം പ്രകാശിക്കുമെന്ന് പറഞ്ഞല്ലോ. അത് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ നിന്നെ കാണാനാണല്ലോ കൊതിച്ചത്, ഞങ്ങൾക്കത് വേണം അല്ലാ. അല്ലാഹ് വിളിക്കും. ശ്രദ്ധിച്ച് കേൾക്കും മുഅ്മിനീങ്ങളെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ വിളിക്കും, മലക്കുകളെ വിളിക്കും. മലക്കുകളെ ഇർഫഉൽ ഹുജബ അനിൽ വുജൂഹ്. ഈ വിരിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കും, അവർ കാണട്ടെ. പടച്ചോനെ വകൈഫ യറൗനക ഫഇന്നഹും കാനൂ ഉസാത്, അവരൊക്കെ കുറെ തെറ്റ് ചെയ്തവരായിരുന്നു, അവരെങ്ങനെ നിന്നെ കാണാനാണ് അല്ലാഹ്? അതിന് അല്ലാഹു പറയുന്ന ഒരു മറുപടി ഉണ്ട്, എന്റെ മലക്കുകളെ. ഫഇന്നഹും കാനൂ ലാകിരീന ബാകീന ഫിദ്ദുനിയാ തമഅൻ ഫീ ലിഖാഇ. അവരെന്നെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവരായിരുന്നു, എന്നെ കണ്ടുമുട്ടാൻ അവർ കൊതിക്കുന്നവരായിരുന്നു. ദാറുൽ ഹിക്മിന്റെ ഈ മജ്ലിസിൽ വന്നപ്പോ റഹ്മാനായ റബ്ബിനെ കുറിച്ച് ഓർത്തപ്പോ, അല്ലാഹുവേ നിന്നെ കണ്ടുമുട്ടാൻ എനിക്ക് മോഹമുണ്ട്, അതിന് ഞാൻ എന്ത് ചെയ്യണമല്ലാ എന്ന് ചിന്തിച്ചവരാണ്. പടച്ചവൻ പറയും, അതുകൊണ്ട് എന്നെ കണ്ടേ മതിയാവൂ. അല്ലാഹുവിന്റെ മലക്കുകളാ വിരിയങ്ങ് മാറ്റിയാൽ അവരല്ലാഹുവിനെ കാണുക. റബ്ബിന്റെ മുമ്പിൽ അവർ സുജൂദിൽ വീഴുമ്പോ അല്ലാഹു പറയും, എന്റെ മനുഷ്യന്മാരെ, എന്റെ അടിമകളെ, സുജൂദിൽ വീഴല്ലേ, എല്ലാവരും എഴുന്നേൽക്ക്, ഇത് സുജൂദിന്റെ വീടല്ല. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ദാറുൽ ഹിക്മിന്റെ മുമ്പിലിരിക്കുന്നവർ തങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കുക, ഇതെന്നോട് ചോദിക്കോ? നിങ്ങൾ ചിന്തിക്കുക, ഇതെന്നോട് ചോദിക്കോ? എന്താണ് അല്ലാഹു പറയുന്നത്? അല്ലാഹു ചോദിക്കുമെന്നതാണ്, എന്റെ അടിമകളെ, ഫഖദ് റളീതു അൻകും, എനിക്ക് നിങ്ങളെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഫഹൽ റളീതും അന്നീ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായോ? അല്ലാഹു ചോദിക്കുക, പടച്ചോനെ അങ്ങനെ പറയപ്പെടുന്നവരിൽ സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. എനിക്ക് നിങ്ങളെ ഇഷ്ടായിട്ടുണ്ട്. അപ്പൊ സ്വർഗ്ഗക്കാര് പറയും, വകൈഫ യാ റബ്ബനാ ലാ നർളാ, ഞങ്ങൾ എങ്ങനെ നിന്നെ ഇഷ്ടപ്പെടാതിരിക്കും തമ്പുരാനെ? എന്തേ കാര്യം? ഫഖദ് അഅതൈതനാ മാ ലാ ഐനുൻ റഅത വലാ ഉദ്നുൻ സമീഅത വലാ ഖതറ അലാ ഖൽബി ബശർ. ഒരു
മനുഷ്യരും ചിന്തിച്ചിട്ടില്ലാത്ത, ഒരാളുടെ ഹൃദയത്തിലും വന്നിട്ടില്ലാത്ത അത്രയും വലിയ അനുഭൂതികൾ ഞങ്ങൾക്ക് നീ നൽകിയല്ലോ അല്ലാ എന്ന് സ്വർഗക്കാരായ ആളുകൾ അല്ലാഹുവിനോട് മറുപടി പറയുന്നതാണ്. എന്റെ മുഅ്മിനീങ്ങളെ, നമുക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയണം. അങ്ങനെ ജീവിച്ച് 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 ഈ ലോകത്ത് നിന്ന് മരണപ്പെടുന്നത് വരെ അങ്ങനെ ജീവിച്ച് റബ്ബിന്റെ വിചാരത്തിലായി ജീവിച്ച് അവസാനത്തെ ഒരു നിമിഷമുണ്ടല്ലോ, ദാഹം കൊണ്ട് വീർപ്പുമുട്ടുന്ന നിമിഷം, കൈകാലുകൾ ചേർത്ത് പിടിക്കുന്ന ദിവസം, നമ്മൾ തോളിൽ കൈയിട്ട് നടന്നവർ അത് അനുഭവിച്ചു, നമ്മുടെ കൂടെ യാത്ര ചെയ്തവർ അത് അനുഭവിച്ചു. പ്രായം പ്രശ്നമല്ല, സമയം പ്രശ്നമല്ല, ഇടം സമയമോ പ്രശ്നമല്ല. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്ന സമയത്ത് ആ മരണത്തിന്റെ ഭീകരമായ അവസ്ഥ പിടികൂടുമ്പോ ഇവിടെ ഇരിക്കുന്ന മുഅ്മിനീങ്ങളെ, ദിക്ർ ചെയ്യാൻ തീരുമാനിച്ച മുഅ്മിനീങ്ങളെ, അല്ലാഹു ചിലർക്ക് മാത്രം നൽകുന്ന ഒരു സൗഭാഗ്യമാ. ആ സൗഭാഗ്യം നൽകപ്പെട്ടാൽ പിന്നെ അവർക്ക് സ്വർഗമല്ലാതെ മറ്റൊന്നുമല്ല. ദീർഘകാലം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത എം എം മുഹയ്യിദ്ദീൻ മൗലവി ലോകത്തോട് വിട പറഞ്ഞപ്പോ പുത്തനഴി മൊയ്തീൻ ഉസ്താദ് അവர்கள் സാക്ഷിയാണ്. ഉറക്കെ അല്ലാഹുവിന്റെ കലിമ ഉരുവിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് മഹാനുഭാവന് മരണപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കേണ്ടത്. എപ്പോഴാണെന്നറിയാത്ത മരണമുണ്ടല്ലോ, ഏത് സമയത്ത് പിടികൂടുമെന്നറിയാത്ത മരണത്തിന്റെ ഭീകരതയുണ്ടല്ലോ. അതെവിടെ വെച്ചായാലും ഏത് പ്രായത്തിലായാലും ഒരേ ഒരു മോഹം, അല്ലാഹ് നീയല്ലാതെ ഒരാരാധ്യനില്ലെന്ന് പറയാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ അതിന് തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങൾ കഴിയുന്ന ഭക്ഷണം നീ കുട്ടികൾക്ക് കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. ഇൽമു പഠിക്കുന്ന ഈ മക്കൾക്ക് ഇതാ ഞങ്ങൾ അടുത്ത സിൽവർ ജൂബിലിയുടെ മുമ്പായിട്ട് ഒരു ദിവസം ഞങ്ങൾ മനസ്സിൽ കാണുന്നു റബ്ബേ. നാളെ തന്നെയല്ല, എന്റെ ജീവിതത്തിൽ ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ ഭക്ഷണം ഇൻഷാ അല്ലാഹ് റബ്ബ് എനിക്ക് തൗഫീഖ് നൽകുമെങ്കിൽ അടുത്ത ശവ്വാലിൽ ഞാൻ കൊടുക്കാം, അടുത്ത ദുൽഹിജ്ജയിൽ ഞാൻ കൊടുക്കാം. സമയം നിങ്ങൾ പറയണ്ട. ഈ ഒരു കൊല്ലത്തിനിടയിൽ ഒരു ദിവസത്തെ ഭക്ഷണം ഈ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ക്യാമ്പസിലേക്ക് നിങ്ങൾ ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ടോ? സുബ്ഹിയുടെ മുമ്പ് ഇവർ എഴുന്നേൽക്കുന്നുണ്ട്. നമ്മളുടെ മക്കൾ എഴുന്നേൽക്കുന്നുണ്ടോ? സുബ്ഹി ഇവർ ജമാഅത്തായി നിസ്കരിക്കുന്നുണ്ട്, ഇവരിവിടെ ഖുർആൻ ഓതുന്നുണ്ട്, ഇവരിവിടെ ഖുർആൻ പഠിക്കുന്നുണ്ട്. എല്ലാ വഖത്തും ഇവർ ജമാഅത്തായി നിസ്കരിക്കുന്നുണ്ട്. ഈ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ അല്ലാഹു നൽകുന്നത് വലിയ സൗഭാഗ്യമല്ലയോ? നമ്മളുടെ മക്കൾക്ക് കൊടുക്കുന്നതിനേക്കാൾ വലിയ സൗഭാഗ്യം ഇൽമു പഠിക്കുന്ന, ഖുർആൻ പഠിക്കുന്ന ദാറുൽ ഹിക്മയിലെ ഈ പ്രിയപ്പെട്ട മുത്തുമക്കൾക്ക് വേണ്ടി 150 വരുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് നിയ്യത്ത് ചെയ്യുമോ? എന്റെ സഹോദരിമാരെ, നിങ്ങൾ നിയ്യത്ത് ചെയ്യുമോ? കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ നാട്ടിൽ പ്രസംഗം നടത്തിയപ്പോ ഞാനല്ലായിരുന്നു പ്രസംഗം, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഒരു പ്രിയപ്പെട്ട സഹോദരി 3000 രൂപ തന്നു. ഞാൻ അവരെ കുറിച്ച് അന്വേഷിച്ചപ്പോ അവർക്ക് 3000 പോയിട്ട് ഒരു 100 രൂപ പോലും എടുക്കാനില്ല. പക്ഷേ ആ സദസ്സിലെ ദുആ കിട്ടാൻ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുമല്ലോ. ആ സദസ്സിലെ ദുആ കിട്ടാൻ വേണ്ടിയിട്ട് ആ സഹോദരി ആ 3000 രൂപ അടുത്ത ദിവസം തന്നു. ഞാൻ അവരോട് അന്വേഷിച്ചു, നിങ്ങൾ എന്തിനത് വാങ്ങി? ആ സഹോദരി പറയാണത്രേ, എന്റെ കയ്യിലാകെ ഉണ്ടായിരുന്നത് 1-2 ഗ്രാം മാത്രമുള്ള ഒരു മോതിരമായിരുന്നു. ആ സ്ത്രീ ഇടക്ക് പണിക്ക് പോകാറുണ്ട്, പക്ഷേ എനിക്ക് ആ ദുആ കിട്ടണം, അതിനു വേണ്ടിയാണ് ഞാൻ കൊടുത്തതെന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഇന്നോ നാളെയോ കൊടുക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ ഒരു ദിവസത്തെ ചെലവ് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ ഒരു കൊല്ലം സമയമുണ്ടല്ലോ. ഏറ്റോളൂ സഹോദരിമാരെ, മക്കളോട് പറഞ്ഞോളൂ. എന്നിട്ട് ആ ദിവസം നിങ്ങളുടെ മക്കളെ ഇങ്ങോട്ട് പറഞ്ഞേക്കണം. നിങ്ങളുടെ ഭർത്താവിനെ പറഞ്ഞേക്കണം, സഹോദരനെ പറഞ്ഞേക്കണം. ഓരോ ദിവസത്തെ 2 ദിവസത്തെ ചെലവ് ഏറ്റെടുക്കാൻ പറ്റുന്നവരുണ്ടോ? 30,000 റുപ്യാകും. ഈ കുട്ടികൾ അന്ന് രാവിലെ നാസ്ത കഴിച്ച അൽഹംദുലില്ലാ, ഉച്ചക്ക് ഭക്ഷണം കഴിച്ച അൽഹംദുലില്ലാ, വൈകുന്നേരം ചായ കുടിച്ച് രാത്രി ഭക്ഷണം കഴിച്ചു, അത് പോരെ? ഇൻഷാ അല്ലാഹ് ഒന്ന് റമളാനിന് മുമ്പും ഒന്ന് അടുത്ത റമളാനിന് മുമ്പും അങ്ങനെ നിയത്ത് ചെയ്തു. 2 ദിവസത്തെ ഭക്ഷണം ഈ ഒരു കൊല്ലത്തിനിടയിൽ ഏൽക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ?
30,000 റുപ്യ ആകും. പക്ഷെ ഈ കുട്ടികളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കും. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഉണ്ട് 2 ദിവസത്തെ ഭക്ഷണം ഞാൻ കൊടുത്തോളാം എന്ന് പറയാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നാട്ടിക ഉസ്താദ് നമ്മളെ ഏൽപ്പിച്ചു പോയ ഈ ക്യാമ്പസിനെ ഒരു വിഷമം അറിയിക്കാതെ ഇൻഷാ അല്ലാഹ് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് ഉറച്ചു പറയാൻ പറ്റുന്ന 2 ദിവസത്തെ ഭക്ഷണം കൊടുക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ? ഇൻഷാ അല്ലാഹ് ഈ ഒരു കൊല്ലത്തിനിടയിൽ ഞാൻ വെറുതെ ഒന്ന് ഒരു ദിവസം എന്നല്ല 2 ദിവസത്തെ കൊടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ചോദിച്ചത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി. 2 ദിവസത്തിനും കൊടുക്കാൻ പറ്റിയ ആരുമില്ലേ? ഒരു കൊല്ലത്തെ സമയമുണ്ടല്ലോ. ഉണ്ടോ മക്കളെ? നോക്കി നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കുട്ടികളോടൊന്ന് പറയും ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഉണ്ട് 2 ദിവസത്തെ ഭക്ഷണം ഏറ്റെടുത്ത് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ധൈര്യത്തോടെ പറയും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. ആരെങ്കിലും ഉണ്ടോ? മക്കളൊക്കെ നിങ്ങളങ്ങനെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ആരുമില്ലല്ലോ. ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ ഒരു 10 ദിവസത്തെ ഭക്ഷണം ഉണ്ടാവുന്നുള്ളത്. എന്റെ പ്രതീക്ഷ തെറ്റിക്കരുത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു കൊല്ലത്തിനിടയിൽ ഞാന് 1 ദിവസത്തെ ഭക്ഷണം ഏറ്റെടുത്തോളാം എന്ന് പറയാൻ തയ്യാറുള്ള എത്ര ആളുകളാണ് കൈപ്പൊക്കുക? ഒന്നാമത്തെ ആളാരാ? 1. രണ്ടാമത്തെ ആളാരാ? 2. പടച്ചോനെ ആരുമില്ലല്ലോ. രണ്ടാമത്തെ ആളാരാ? ഈ മക്കൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? 1 ദിവസത്തെ ഭക്ഷണം ഇൻഷാ അല്ലാഹ് ഒരാളെ ഞാനൊരു 10 ആളുകളെങ്കിലും ഈ മജ്‌ലിസിൽ ഉണ്ടാവുന്ന വിചാരിച്ചു. ഈ ആണുങ്ങളുടെ കൂട്ടത്തിലുണ്ടോ രണ്ടാമത്തെ ആള്? ഉണ്ടോ? പടച്ചോനെ ഒരു കൊല്ലം ഏതെങ്കിലും ഒരു ദിവസം വന്നിട്ട് ഈ മക്കൾക്ക് ഞാൻ കൊടുത്തുകൊള്ളാം എന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയുന്ന ഒരാൾ മാത്രമേ ഈ മജ്‌ലിസിലുള്ളൂ. രണ്ടാമത്തെ ആളുണ്ടോ? അൽഹംദുലില്ലാഹ്. മൂന്നാമത്തെ ആളുണ്ടോ? രണ്ടാമത്തെ ആളുണ്ടോ? അവിടെ ഉണ്ടെന്നല്ലാന്ന് പറഞ്ഞ രണ്ടാമത്തെ ആളുണ്ടോ? മൂന്നാമത്തെ ആളുണ്ടോ? മൂന്നാമത്തെ ആള് ഞാൻ എന്താണെന്നറിയോ? ഇനിയിപ്പോ ഓരോന്നിനും ഓരോ മണിക്കൂർ വെച്ച് ദ്വാരക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. മനസ്സുള്ള ഒരു തരും ഇൻഷാ അല്ലാഹ് നിയ്യത്ത് ഈ സദസ്സിൽ വെച്ച് ചെയ്താൽ റഹ്മാനായ റബ്ബ് അത് തരാനുള്ള കഴിവ് നിങ്ങൾക്ക് തരും. അപ്പൊ അത് ഉൾക്കൊള്ളുന്ന ആളുകൾ ഈമാനോടുകൂടെ തരിക, നല്ല നിയ്യത്തോടുകൂടെ തരിക. നമ്മളുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ഫീസിനെ കുറിച്ച് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. എന്താണ് ഇതിന്റെ അവസ്ഥ? ഇതിപ്പോ എത്രാമത്തെ ആളാണ്? ഹംസപ്പ ചമ്മാണിയോട്. അപ്പൊ എത്രാമത്തെ ആളാണ്? വോളണ്ടിയർമാർ സജീവമല്ല. എത്രാമത്തെ ആളാണിത്? ഇത് ഒന്നാമത്തെ ആളാ? ഇപ്പൊ എത്ര ആളായി മോനെ? ടോട്ടൽ എത്ര ആളായി ഇപ്പോ? ഇല്ല, ഇതടക്കം 2 ആളായിട്ടുള്ളൂ. 2 ആള്. നിങ്ങളത് വേറെ ആളുണ്ടോ? 3 ആളായി. മാഷാ അല്ലാഹ് 3 ആളായി. 3 ദിവസത്തെ ഭക്ഷണം. മുഹമ്മദ് അലി അരിക്കുളങ്ങര അനുഭാവി 1 ദിവസം 3 ആളുകളായി. അൽഹംദുലില്ലാഹ്. ഇനിയുണ്ടോ? 4ാമത്തെ ആളുണ്ടോ? 1 ദിവസത്തെ ഭക്ഷണം ഇൻഷാ അല്ലാഹ് 1 ദിവസത്തെ ഭക്ഷണം ഈ ഒരു കൊല്ലത്തിന്റെ ഇടയിൽ നിങ്ങൾ അത് നമ്മൾ ഒന്ന് അതിനെ കുറിച്ച് ശരിക്കൊന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരാൾക്കും അത് വാഗ്ദാനം ചെയ്യാം. ഏതൊരാൾക്കും ചെയ്യാം. കാരണം എന്താന്ന് വെച്ചാല് 1 കൊല്ലത്തെ സമയമുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ഒരു ദിവസം കാണാം. ഇൻഷാ അല്ലാഹ് ദിവസം കണ്ടിട്ട് അന്നത് കൊടുക്കാൻ നിശ്ചയിക്കുക. 2, 3, 4 മക്കളുള്ളവരുണ്ടാവുമല്ലോ, ജോലിയൊക്കെ ചെയ്യുന്ന മക്കളുണ്ടെങ്കിൽ ആ മക്കളോട് പറയാം, മോനെ ഞാൻ ഇങ്ങനെ ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്, നീ അതിന്റെ 5000 തരണം. മാഷാ അല്ലാഹ്. ഇത് 2 ദിവസത്തെ ഭക്ഷണത്തിനുള്ള ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നത് അല്ലേ? മാഷാ അല്ലാഹ്. ഖുലൂ തക്ബീർ. ഇതാണ് ഈമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മക്കളുടെ മുമ്പിൽ വന്നിട്ട് തന്റെ കയ്യിലിരിക്കുന്ന വള ഊരിത്തരാൻ. ഇന്നത്തെ സ്വർണത്തിന്റെ വില അറിയാലോ എന്റെ സഹോദരന്മാരെ. ഇങ്ങനെയുള്ള സഹോദരിമാർ ഈ നാട്ടിലുള്ളിടത്തോളം കാലം അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ.
പടച്ചോനെ ആരാണുള്ളത്? ഇനി ആരാണുള്ളത്? ഈ ആണുങ്ങൾക്കിടയിൽ നിന്ന്, ഈ സഹോദരന്മാർക്കിടയിൽ നിന്ന് ഒരു കുട്ടിയുടെ ചെലവ് ഇൻഷാ അല്ലാഹ് ഞാൻ ഏറ്റെടുത്തു കൊള്ളാം എന്ന് പറയാൻ കഴിയുന്ന എത്ര ആളുകളുണ്ട്? എന്റെ സഹോദരിമാരെ, നിങ്ങളുടെ പിഞ്ചുമക്കളെ പോലെയുള്ള മക്കളാണ് ഇവിടെ പഠിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കുക. മക്കൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോ അവർക്കുണ്ടാകുന്ന സന്തോഷവും സമാധാനവും. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ ജീവിതത്തിലും അല്ലാഹു തആല സമാധാനം തരും. നിങ്ങൾ ഒരു ദിവസം ഇൻഷാ അല്ലാഹ് വീട്ടിൽ പോയിട്ട് ആ ദിവസം എന്നാണ് എന്നത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ആലോചിച്ചാൽ മതി. സഹോദരിമാരുണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിലുള്ള സഹോദരിമാരുണ്ടോ? ഒന്നോ ഒരു കുട്ടിയെ ഏറ്റെടുക്കാൻ പറ്റുന്നവർ ഇരിക്കുന്നവരിൽ ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരു കുട്ടിയെ ഏറ്റെടുക്കാൻ പറ്റുന്നവർ ഇൻഷാ അല്ലാഹ് ഉണ്ടോ? ഏതായാലും മൂന്നാളെ ഏറ്റെടുത്ത്, മൂന്നോ നാലോ, മൂന്ന് കുട്ടികളെ ഏറ്റെടുത്തു. അല്ലാഹു സ്വീകരിക്കട്ടെ. സ്ത്രീകളുടെ കൂട്ടത്തിലുണ്ടോ? സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒന്ന് അന്വേഷിച്ചു നോക്കട്ടെ. ഉണ്ടെങ്കിൽ വേഗം പറയാൻ പറയും. ഏതായാലും ഈ തന്ന മൂന്നാളുകൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ഈ സഹോദരിക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ. اللهم صل على محمد يا ربي صل عليه وسلم. റഹ്മാനായ റബ്ബേ, ആ മൂന്നാളുകളിലും നീ ബറക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ഖൈർ കൊടുക്കണേ അല്ലാ, റാഹത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഇസ്സത്ത് കൊടുക്കണേ തമ്പുരാനെ. എല്ലാ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. പടച്ചവനെ, ഭക്ഷണം കൊടുക്കുന്ന ഏറ്റവും വലിയ അമല് ചെയ്യുന്നത്, ഏറ്റവും വലിയ സ്വതക്ക ഭക്ഷണം കൊടുക്കുന്നതാണല്ലോ. ആ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു വിഷമവും ഈ മൂന്നാളുകളുടെയും ഈ പ്രിയപ്പെട്ട സഹോദരിയുടെയും ജീവിതത്തിൽ നീ കൊടുക്കല്ലേ അല്ലാ. ജീവിതത്തിൽ നീ കൊടുക്കല്ലേ അല്ലാ. എല്ലാവരും ഒന്ന് ആമീൻ പറയൂ. റഹ്മാനായ തമ്പുരാനെ, മക്കളിലോ പേരക്കിടാങ്ങളിലോ നിന്റെ ഖുർആന് മനഃപാഠമാക്കിയ ഒരാളെ നീ കൊടുക്കണേ അല്ലാ. ഒരാളെ നീ കൊടുക്കണേ അല്ലാ. മക്കളുടെ ഭക്ഷണം ഏറ്റെടുക്കുമ്പോ അവരുടെ മനസ്സിലുണ്ടായിരുന്ന നിയ്യത്ത് എന്താണോ ആ നിയ്യത്ത് നീ പൂർത്തിയാക്കി കൊടുക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ആരെങ്കിലും ഉണ്ടോ ഒരു കുട്ടിയുടെ ഭക്ഷണം ഏറ്റെടുക്കാൻ പറ്റുന്നവർ? സഹോദരിമാർ ഒരാളുമില്ലേ? മോനെ ഒന്ന് അന്വേഷിച്ച് നോക്കി. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പ് പറയും. ഇവിടെ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് പറയും ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പ്രതീക്ഷ ഒരു സഹോദരി അൽഹംദുലില്ലാഹ് ഒരു ദിവസത്തെ ചെലവിത ഒരു സഹോദരി നാലാമത്തെ ഏറ്റിരിക്കുന്നു. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. റമളാൻ 3 ഇതാ ഒരു സഹോദരി ഇവിടെ ചെലവേറ്റിരിക്കുന്നു. ഇതാണ് നിയ്യത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ. ആ ദിവസം അടക്കം അല്ലാഹുവേ ആ സഹോദരിക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാ. ആമീൻ പറയൂ. ആ സഹോദരിക്ക് ഖൈർ കൊടുക്കണേ അല്ലാ. ആ രണ്ട് സഹോദരിമാരുടെയും മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകളിലേക്ക് ആ സദഖയുടെ ശക്തിയെ നീ കൊടുക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഈ സദഖകൾ അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ ഒരു കുട്ടിയുടെ ചെലവ്? ഇൻഷാ അല്ലാഹ് ഒരു ദിവസത്തെ ചെലവ് ഇൻഷാ അല്ലാഹ് രണ്ടാളുകൾ കൂടിയിട്ട് ഒരു ദിവസത്തെ ചെലവ് ഏറ്റെടുക്കും. രണ്ടാളുകൾ കൂടിയിട്ട് ഒരാള് പകുതി ഏറ്റാൽ വേറൊരാൾ അതിന്റെ പകുതി 7500. ആരാ തയ്യാറാകുക? പകുതി ഏൽക്കാൻ ആരാ തയ്യാറാകുക? ഏതെങ്കിലും ഒരു ദിവസം ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ഏതാ മാസം? ഫെബ്രുവരിയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ജനുവരിയുടെ മുമ്പായിട്ട് അല്ലെങ്കിൽ അടുത്ത ഫെബ്രുവരി 9 മുമ്പായിട്ട് ഒരു പകുതി, ഒരു ദിവസത്തെ പകുതി ചെലവിന്റെ പൈസ ഞാൻ കൊടുക്കാമെന്ന് പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും സഹോദരന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി. ഒരാള് പൊക്കിയാൽ വേറൊരാള് പകുതി ഇൻഷാ അല്ലാഹ്. ഒരാളെങ്കിലും ഒന്ന് പകുതി, ഒരു പകുതിയെങ്കിലും ഒരു സഹോദരൻ
പടച്ചോൻ എല്ലാരും കൊടുത്തു കുഴങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു ഈ മനസ്സ് കബൂലാക്കട്ടെ. എല്ലാരും ഉണ്ടാക്കി കൊടുക്കാന്നുള്ള നിയത്തായിരിക്കും. കാരണം ഒരു കൊല്ലത്തിന്റെ ഇടയിലൊക്കെ പടച്ചോൻ നമ്മളെ മരിപ്പിക്കുവോ, അല്ലെങ്കിൽ ഇവിടെ ജീവനോടെ ഉണ്ടാവൂലേ എന്നൊക്കെയുള്ള ബേജാറുണ്ടായിരിക്കും, അല്ലെങ്കിൽ പൈസ ഉണ്ടാവൂല എന്നുള്ള കാലാണല്ലോ. അള്ളാഹു സ്വീകരിക്കട്ടെ. എത്രയാണ്? ഒരു ദിവസത്തെ തന്നെ ഖലീൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഉപ്പാന്റെ കാലിലെ മുറിവ് ഉണങ്ങാൻ വേണ്ടി അല്ലാഹുവേ ആ സഹോദരൻ ഇവിടെ ഇല്ല, ഇവിടെ ലൈവിലൂടെ കേൾക്കാണ്. അല്ലാഹുവേ ഉപ്പായുടെ കാലിലെ മുറിവ് നീ ഉണക്കി കൊടുക്കണേ അല്ലാ, വിഷമങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. പടച്ചവനെ, നാട്ടിക ഉസ്താദിന്റെ കോളേജാ, ആ ഒരു നിയത്തോടെ തന്ന ആ സഹോദരന്റെ ഉപ്പാക്ക് എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു ദിവസം ഒരു അനുഭാവീത ഒരു ദിവസം അൽഹംദുലില്ലാഹ്. ഇത് എത്രാമത്തെയാണ്? ഓരോന്നെണ്ണണം. നേരത്തെ എത്ര പറഞ്ഞു? 4 5 നാളല്ല, റമദാൻ 5-ാമത്തല്ലേ പറഞ്ഞു? ഇപ്പൊ എത്രയായത് ടോട്ടൽ? ഇൻഷാ അല്ലാഹ് പടച്ചോൻ സ്വീകരിക്കട്ടെ ഈ സദസ്സ്. അൽഹംദുലില്ലാഹ്. ഞാൻ ഈ സഹോദരന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും തയ്യാറാകുമോ ഈ ഒരു കൊല്ലത്തിന്റെ ഇടയിൽ ഒരു ദിവസത്തെ പകുതി ചെലവേൽക്കാൻ? 7-9 ദിവസത്തെ ചെലവ് ഇവിടെ ഏറ്റിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇനിയുണ്ട് 10-ാമത്തെ ഒരാളും കൂടി ഏൽക്കും. ഒരു 10-ാമത്തെ ഒരാളും കൂടാണ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഒരു അനുഭാവീത ഒരു ദിവസത്തെ 11-ാമത്തെയായി. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ പറയൂ. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഇത് റബീഉൽ അവ്വൽ 29-നാണ്. ഇങ്ങനെയൊക്കെയാണ് മുഅ്മിനെ നിയത്ത് ചെയ്യുക. ഉപ്പാന്റെ ആണ്ടാണ്. യാ അല്ലാഹ്, യാ അല്ലാഹ്, ഉപ്പാന്റെ ആണ്ടിന്റെ അന്ന് ഈ മക്കൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണം കൊടുക്കാൻ നേർച്ചയാക്കുന്ന ആ സഹോദരിക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. തന്റെ പ്രിയപ്പെട്ട ഉപ്പായുടെ ആണ്ടിന്റെ ദിവസം ഈ പൊന്നുമക്കൾക്ക് ഒരു നേരത്തെ ഒരു ദിവസത്തെ ഭക്ഷണം കൊടുക്കാൻ നിയ്യത്ത് ചെയ്തതുകൊണ്ട് ആ ഉപ്പാന്റെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. 12-ാമത്തെ ആൾ കൊമ്പങ്കളിലുള്ളയാളാണ്. ഈ അനുഭാവികളൊക്കെ പേരും അഡ്രസ്സൊക്കെ വേണം കേട്ടോ. മരണപ്പെട്ട ഉപ്പാക്ക് വേണ്ടിയാണ്. ഇൻഷാ അല്ലാഹ് പടച്ചോനെ സ്വീകരിക്കണേ റബ്ബേ, കബൂൽ ചെയ്യണേ അല്ലാഹ്, ഖൈർ കൊടുക്കണേ അല്ലാഹ്. ഈ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് നിങ്ങളുടെ മക്കളിൽ നിന്ന് പോലും കിട്ടാത്ത ദുആയായിരിക്കും എന്റെ സഹോദര സഹോദരി. ഞാൻ എന്റെ കോളേജിന്റെ അനുഭവം വെച്ച് പറയാണ്, ഞങ്ങളുടെ നിയമമാണ് എല്ലാ നിസ്കാരത്തിന്റെയും ശേഷമുള്ള ദുആയിൽ സാധാരണ ഇല്ലാത്തൊരു ദുആ ഉൾപ്പെടുത്തണം എന്നുള്ളത്. ളുഹർ നിസ്കരിച്ചാൽ അപ്പോൾ ദുആയിരിക്കും, അല്ലാഹുമ്മ അൻസുർ മൻ നസറനാ മൻ നസറ മഅഹദനാ യാ ഖൈറൻ നാസിരീൻ. പടച്ചോനെ ഇതിനെ സഹായിച്ചാൽ നീ സഹായിക്കണം. ഇവിടെയും ദുആ ചെയ്യും. നമ്മുടെ മക്കൾ ആരെങ്കിലും എല്ലാ നിസ്കാരത്തിന് ശേഷം ദുആയിരിക്കും. എല്ലാ നിസ്കാരവും ശരിക്കുണ്ടായാൽ മതി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ ഇതാ നോമ്പ് 17-ന് ഉമ്മായുടെ ആണ്ട്. നിങ്ങളുടെ ഉപ്പയെയും ഉമ്മയെയും വെല്ലിമ്മയെയും വെല്ലിപ്പയെയും ഓർക്കാനുള്ള മജ്ലിസാണ്. അല്ലാഹുവേ സ്വീകരിക്കണേ തമ്പുരാനെ, കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇതിലേക്ക് സ്വതക്ക ചെയ്യുന്ന മനസ്സുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഉപ്പായുടെ ഖബറിലേക്ക് ഉമ്മായുടെ ഖബറിലേക്ക് ആ വെളിച്ചം കൊടുക്കണേ അല്ലാഹ്. 14 15 13 ഇനിയാരാ? ഇൻഷാ അല്ലാഹ്. അപ്പൊ ഒന്നിനെ എവിടെ ആളുള്ളൂ? പകുതിക്കൊരാളും ഇല്ല. ഇൻഷാ അല്ലാഹ് പകുതിക്കൊരാളെങ്കിലും ഉണ്ടോ ചോദിച്ച സ്ഥിതിക്ക്? 2 ആള് കൂടിയിട്ടൊരു ദിവസം ഖൂലൂ തക്ബീർ, ഖൂലൂ തക്ബീർ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
ഒരു പകുതി ഒരു സഹോദരിയുണ്ട്, ഒരു പകുതി അല്ലെ. അല്ലാഹുവേ അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ അല്ലാ. സ്വന്തം മക്കളിൽ അതിന്റെ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. സ്വന്തം മക്കളിൽ അതിന്റെ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ആമീൻ യാ റബ്ബ്. മാഷാ അല്ലാഹ് 2 ദിവസം പടച്ചോനെ. അപ്പൊ ഞാൻ ഇത്ര നേരം പറയുമ്പോലല്ലേ ഇത്ര നേരം ആലോചിക്കരുത്. 1 ദിവസം കൊടുക്കണ്ട, 2 ദിവസം കൊടുക്കണ്ട, 1 ദിവസം കൊടുക്കണ്ട, 2 ദിവസം കൊടുക്കണ്ട. പടച്ചോനെ 2 ദിവസം അവിടെ പറഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇതിനൊക്കെ തെളിവ് എന്താണെന്നറിയോ? ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കുന്നുള്ളതാണ്. അതാണ് ഇത് പഠിപ്പിക്കുന്നത്. ഇത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ ആർക്കും അവിടെ സ്ഥിര വരുമാനം ഉള്ളത്. ഞാൻ എപ്പോഴും എന്റെ കോളേജിൽ വരുന്നവരോട് ഞാൻ പറയും, ഞങ്ങളുടെ സ്ഥിര വരുമാനം എന്ന് പറഞ്ഞാൽ ഈ സമൂഹമാണെന്നാ പറയാറ്. ബിൽഡിങ്ങുകളോ കെട്ടിടങ്ങളോ ഒന്നല്ല. ഞങ്ങളെ സ്ഥിര വരുമാനം ഈ ഉമ്മത്താണ്. ഈ മക്കൾ ഇവിടെ ഉള്ളയിടത്തോളം കാലം ഇവിടെയുള്ള ഈ സഹോദരി 2 ദിവസത്തെ ഭക്ഷണം വാഗ്ദാനം ചെയ്ത ആ സഹോദരി, പടച്ചവനെ പേരക്കിടാങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ഇവിടെ അതാണ് ഇതിന്റെ. ഇങ്ങനെയൊക്കെ നിങ്ങളും ആലോചിക്കണം കേട്ടോ, എല്ലാരും ആലോചിക്കണം. സഫർ 6 ഇൻഷാ അല്ലാഹ് ഇവിടെ ഇതാ ഒരു സഹോദരൻ, ഒരു സഹോദരി അല്ലേ. സഫർ 6 അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഇനി ആരാ? സഫർ 6 2 പകുതി ഇതാ. ഒന്നൊരു ജാഫർ അറക്കലും ഒന്നൊരു അനുഭാവിയും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. റഹ്മാനെ ബറക്കത്ത് ചെയ്യണേ അല്ലാ. എല്ലാരും ആമീൻ പറയൂ. ഈ പിഞ്ചുമക്കൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ അത് കൊടുത്തത് കൊണ്ട് അതിന്റെ റഹ്മത്ത് കിട്ടിയെന്ന്, അതിന്റെ ബറക്കത്ത് കിട്ടി എന്നവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ നീ അത് സ്വീകരിക്കണേ അല്ലാ. എല്ലാവരും ഒന്ന് ആമീൻ പറയൂ. നീ സ്വീകരിക്കണേ അല്ലാ. ഇനി ആരാ? സഹോദരിമാരെ ധൈര്യമായി തന്നോളൂ. 17 ആയി അല്ലേ? അൽഹംദുലില്ലാഹ്. ഒരര പറഞ്ഞാൽ അത് 18 ആവും. ഒരര പറഞ്ഞാൽ അത് 18 ആവും. ആരാ പറയാ? ഒരര 7500 ഞാൻ കൊടുത്തോളാം ഇൻഷാ അല്ലാഹ്. ആരാ പറയാ? എത്രയാണ് അര? അൽഹംദുലില്ലാഹ്. ഒരു സഹോദരി ഇതാ അര പറഞ്ഞിരിക്കുന്നു. റമളാൻ 27 ഈ ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ട് റബ്ബേ, റമളാൻ 27 ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഭാഗ്യം. അത് ഓർമ്മ വന്നല്ലോ. ഇനി ആരാ? റബീഉൽ അവ്വൽ 12 ഏറ്റോളി ഇൻഷാ അല്ലാഹ്. ആരാ ഏൽക്കുക? ഇൻഷാ അല്ലാഹ്. പടച്ചോനെ സ്വീകരിക്കണേ റബ്ബേ. ആ റബീഉൽ അവ്വലുള്ള ദിവസങ്ങളിലൊക്കെ ഏൽക്കാൻ വലിയ ചിന്തപ്പുണ്ടെങ്കിലുണ്ടല്ലോ ഇൻഷാ അല്ലാഹ്. നിങ്ങളത് മാറ്റി വെക്കുക. അതിനുള്ള പൈസ അത് നിങ്ങൾ കൊടുക്കാൻ കഴിയും. ഒരു ദിവസം മുരിങ്ങക്കോടനോ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ശഅബാൻ 3-നാണ്. അപ്പൊ ശഅബാൻ 3 പറഞ്ഞപ്പോ അടുത്ത ദിവസം തന്നെയാണ്. അല്ലാഹുവേ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് ഇനിയിപ്പോ അന്ന് ഇവിടെ വേണ്ടി പ്രത്യേകം വേണ്ടാവും ഇൻഷാ അല്ലാഹ് അല്ലേ. ഒരുങ്ങട് വന്നിട്ടുണ്ടെങ്കിൽ ഈ മക്കളൊക്കെ അത് മതി. ആ സദസ്സ് കണ്ടാൽ തന്നെ നിങ്ങളുടെ മനം നിറയും. ഇനി ആരാളുള്ളത്? ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു റബീഉൽ അവ്വലിലൊക്കെ ഇൻഷാ അല്ലാഹ് പറഞ്ഞോളി. റബീഉൽ അവ്വൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മാസം ഉണ്ട്? ഇനി 3 മാറും 9 മാസം ഉണ്ട് ഇൻഷാ അല്ലാഹ്. ആരാ പറയാ? റബീഉൽ അവ്വൽ ഏതെങ്കിലും ഒരു ദിവസമൊക്കെ കൊടുക്കാൻ വേണ്ടി നിയത്ത് ചെയ്യ് എന്റെ സഹോദരന്മാര്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇതിപ്പോ എത്ര നേരത്തെ ഭക്ഷണത്തിനാണ്? ഫുൾ ഡേ. അപ്പൊ ഒരു രാവിലത്തെ നാസ്തക്ക് എത്രയാണ്? ഒരു 2000 മതിയോ? ഇവിടെ അത്രയൊക്കെ വന്നപ്പോ ആഗ്രഹം ഉണ്ടാകും ഇൻഷാ അല്ലാഹ് എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം ഇവിടെ കൊടുക്കണം എന്നുള്ളത്. അത് കൊടുക്കാണ്ട് നമ്മൾ എങ്ങനെയാ ഇവിടുന്ന് പോവുക? ഈ ഒരു കൊല്ലത്തിന്റെ ഇടയിൽ ഇൻഷാ അല്ലാഹ് ഞാൻ പറയട്ടെ, ഇവിടെ ഒരു വൈകുന്നേരത്തെ ഭക്ഷണത്തിന് 2100 രൂപയാ വരിക. വൈകുന്നേരത്തെ ഭക്ഷണത്തിന് ഇൻഷാ അല്ലാഹ് 2000. ഞാൻ ചോദിക്കട്ടെ എന്റെ സഹോദരന്മാരെ, ഈ ഒരു കൊല്ലത്തിന്റെ ഇടയിൽ ഇവിടെ ഒരു വൈകുന്നേരം ഇവിടെ ഞാനൊരു ചായയും കടിയും കൊടുക്കും.
എന്ന് നിയത്ത് ചെയ്യാതെ എങ്ങനെ നമ്മൾ ഇവിടുന്ന് പോവുക? ഈ മക്കളെയൊക്കെ കണ്ടിട്ട്, ഈ കോളേജൊക്കെ കണ്ടിട്ട്, ദീന് പഠിക്കുന്ന ഈ മക്കൾക്ക് എന്റെ സഹോദരിമാരെ നിങ്ങൾ എല്ലാരും ഒന്ന് പറയും, 2100 രൂപ നിങ്ങൾക്ക് ഒരു കൊല്ലത്തിന്റെ ഇടയിൽ എന്തെങ്കിലും നിന്റെ വകയാണ് വൈകുന്നേരത്തെ ചായ എന്ന് പറഞ്ഞു കൊടുക്കാൻ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ സഹോദരന്മാരോടൊന്ന് ചോദിക്കുകയാണ്. നമ്മളൊക്കെ എന്തെങ്കിലും ചെറിയ തൊഴിലുകളൊക്കെ ചെയ്യുന്നവരാവൂലേ? പക്ഷെ ഒരു 2100 രൂപ ഞാൻ അടുത്ത റബീഉൽ അവ്വൽ ഒരു വൈകുന്നേരത്തെ ചായ കൊടുക്കും, അല്ലെങ്കിൽ അടുത്ത ശവ്വാലിന് ഞാൻ കൊടുക്കും, അടുത്ത റമദാനിൽ ഞാൻ കൊടുക്കും. ഇൻഷാ അല്ലാഹ് റമദാനിൽ പിന്നെ വൈകുന്നേരം കൊടുത്തിട്ട് കാര്യമില്ല. ഒരു സഹോദരി റബീഉൽ അവ്വലിൽ ഒരു അര ദിവസത്തെ ഭക്ഷണം അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഈ സഹോദരന്മാരിൽ എത്ര ആളാണ് ഒരു 2100 രൂപ ഒരു വൈകുന്നേരത്തെ ചായയും കടിയും ഏറ്റെടുക്കാൻ തയ്യാറുള്ളത്? ഒന്ന് കൈപൊക്കി. ഒന്നാമത്തെ ആള് 1, 2. അതൊരു നിസ്സാരമായ സംഗതി. നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? നമ്മൾ ഒരു ദിവസം 2100 രൂപ എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ നമ്മൾ ഒരു 150 രൂപ മാറ്റി വെച്ചാൽ തന്നെ എത്ര ആവും? ഒരു മാസത്തിൽ അത് മതി. എന്നിട്ട് ഒരു കൊല്ലത്തിന്റെ ഇടയിൽ നമ്മൾ കൊടുക്കുക. ഒന്നാമത്തെ ആളായി ആരാ തയ്യാറാക്കി സഹോദരന്മാരില്? രണ്ടാമത്തെ ആള് ഒരു വൈകുന്നേരത്തെ ചായയും കടിയും ഇൻഷാ അല്ലാഹ് ഉണ്ടോ? രണ്ടാമത്തെ ആള് കൊടുക്കാൻ തയ്യാറാകുമോ? ഏതെങ്കിലും ഒരു വൈകുന്നേരം ഒന്ന് കൊടുക്കി ഇൻഷാ അല്ലാഹ്. റബ്ബേ, ഒരാളാണ് ഇവർക്ക് വൈകുന്നേരത്തെ ചായയും കടിയും കൊടുക്കാൻ തയ്യാറുള്ളത്. പടച്ചോനെ, കഴിയുന്നവർക്കൊക്കെ അതിനുള്ള ഒരു സന്മനസ് നീ കൊടുക്കണേ തമ്പുരാനെ, റഹ്മത്ത് ചെയ്യണേ റബ്ബേ. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും ഞങ്ങളൊക്കെ നേരത്തെ കൊടുത്തവരാണല്ലോ, അതൊക്കെ ശരി. ഇനിയിപ്പോ അടുത്ത കൊല്ലത്തേക്ക് നമ്മളൊരു നിയത്ത് ചെയ്യാണ്, നാളെ തന്നെ വന്ന് കൊടുക്കണം എന്നല്ലല്ലോ. നമ്മളൊക്കെ എത്ര രൂപക്ക് മത്സ്യം വാങ്ങുന്നവരാണ്, എത്ര രൂപക്ക് ഭക്ഷണം അരി വാങ്ങുന്നവരാണ്. ഇൻഷാ അല്ലാഹ് ഏതായാലും അല്ലാഹു തആല ഖബൂലാക്കട്ടെ. മരിച്ച ബാപ്പയുടെ പേരിൽ ദുആ ചെയ്യാൻ ഒരു സഹോദരി 2100. ഇൻഷാ അല്ലാഹ് ഈ സഹോദരിമാർക്കൊക്കെ ഇവിടെ ഇരിക്കുന്നവരിൽ ആർക്കാണ് 2100 തരാൻ കഴിയാത്തതുണ്ടാകും ഒരു കൊല്ലത്തിന്റെ ഇടയിൽ? ഇൻഷാ അല്ലാഹ് സയ്യിദലവി എന്ന് പറയുന്ന ഒരു സഹോദരൻ 5000 അല്ലാഹു സ്വീകരിക്കട്ടെ. റജബ് 26-ന് എത്രയാണ്? ഇതെന്താണ്? ഒരു പകുതി അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഇനി ധൈര്യമുണ്ടോ ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു വൈകുന്നേരത്തെ ചായയും കടിയും കൊടുക്കാമെന്ന് പറയാൻ? ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ആണുങ്ങളുടെ കാര്യത്തിലാണ് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നത്. കാരണം അവരിൽ കുറെ ആൾക്കാർ തരാൻ തയ്യാറാണെന്നുള്ളതാണ്. ഇനി ആരെങ്കിലും കൈ പൊക്കൂ? ഒരു ദിവസത്തെ ഇൻഷാ അല്ലാഹ് പടച്ചോൻ ഭക്ഷണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കാക്കട്ടെ. ഒരു സഹോദരി 2100. ഇവിടെ ഇത് അടുത്ത സഹോദരി 2100. സഹോദരിമാരെ, നിങ്ങളിൽ നമ്മളുടെ പ്രതീക്ഷ പോയിട്ടില്ല. നിങ്ങൾ എല്ലാവരും ഒന്ന് പറയും, ഒരു 2100 രൂപയുടെ കാര്യമല്ലേ? ഈ ക്യാമ്പസിലേക്ക് നിങ്ങൾ ഒരു 10-25 ആളുകൾ തന്നാൽ തന്നെ വലിയൊരു സന്തോഷമാണ്. പരമാവധി എല്ലാവരും ഒന്ന് തരി, അള്ളാഹു സ്വീകരിക്കട്ടെ. പരമാവധി എല്ലാവരും എഴുതി 2100. ഇവിടെ ആണുങ്ങളുടെ കൂട്ടത്തിൽ എത്ര ആളുണ്ട്? എന്റെ കുട്ടികൾ ആ സഹോദരന്മാരുടെ ഇടയിലൂടെ ഒന്ന് പോയി നോക്കി. ഇവിടെ അൽഹംദുലില്ലാഹ് നെടുങ്ങാടൻ മുസ്തഫ ഉച്ചാരക്കടവ് 2100 തരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ആ സഹോദരന്മാരുടെ ഒന്ന് ഇടയിലൂടെ ഒന്ന് പോയി നോക്കി. നിങ്ങളുടെ മുഖം കണ്ടിട്ട് അവർക്ക് ആർക്കെങ്കിലും തരാൻ തോന്നുന്നുണ്ടെങ്കിൽ അവർ പറയുമല്ലോ. ഇവിടെ 2500 ആണ്. ഉമൈബ എന്ന് പറയുന്ന സഹോദരൻ ജോലി ശരിയാകാനാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. മുഹമ്മദ് അലി പേര് പറയേണ്ട പറഞ്ഞിട്ടുണ്ട്, സാരമില്ല. 2500 ആണല്ലോ. നമ്മൾ 2100 പറയുന്നത്, കൂടിയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇവിടെ കുറെ സഹോദരന്മാര് തരുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ മക്കളോട് പറയും, അല്ലാഹുവേ യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും. ഒരു സഹോദരി റബീഉൽ അവ്വലിന് ഇൻഷാ അല്ലാഹ് 2100. ഇനിയുണ്ടോ? ഇവിടെ ഒരനുഭാവി ഭാര്യയുടെ സുഖപ്രസവം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരനുഭാവി 2100. മുസ്തഫ 2100. പി ഹംസ 2100. ഇനിയുണ്ടോ? ഉള്ളൊരു വേഗം കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. അത് നല്ല ഈ മക്കൾ നിങ്ങൾക്ക് ദ്വാരക്കും, അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു ഞാൻ നിർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. 2100. സഹോദരിമാരെ എഴുതുന്നുണ്ടോ? മോനെ സ്ത്രീകളിനി മോനെ പേരെന്താ? കുട്ടി അവിടെ സ്ത്രീകളെ എഴുതുന്നുണ്ടോ? അത് കഴിഞ്ഞോ? വേഗം എഴുതും ഇൻഷാ അല്ലാഹ്. വേഗം എല്ലാവരും എഴുതി, അല്ലാഹു സ്വീകരിക്കട്ടെ. മാർച്ച് 31-ന്
ഒരു നേരത്തെ ഭക്ഷണം അല്ലേ? എന്താ ഉദ്ദേശിച്ച്? ഒരു നേരത്തെ ഭക്ഷണം മാർച്ച് 31 അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അവരുടെയൊക്കെ നിയ്യത്തുകൾ അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ഞാൻ ദുആ ചെയ്യാൻ പോവാണ്. ഇനി ഒരു സ്വാലിഹായ മക്കൾ, അല്ലാഹു തആല സ്വാലിഹായ മക്കൾ ഇവിടെ ഇതാ വീണ്ടും സൽമാൻ, ഷാനിദ്, സമീജ് ഇങ്ങനെ 3 ആളുകൾ കൂടിയിട്ട്, ഉച്ചാരക്കടവിലുള്ള 3 ആളുകൾ കൂടിയിട്ട് റബീഉൽ അവ്വൽ 12ന്റെ ഭക്ഷണം ഇതാ പറഞ്ഞിരിക്കുന്നു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഇനി ആരൊക്കെയാ ഒരു നേരത്തെ ഭക്ഷണം പറയുന്നത്? ഒരു 2100 എത്ര ആളുകളാ പറയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും ഒന്ന് ഈ സ്ഥാപനത്തിലേക്ക് ഓഫർ ചെയ്യാതെ ഇന്നത്തെ വാള് കേട്ടിട്ട് നമ്മൾ എങ്ങനെയാ പോകുന്നത്? മാർച്ച് 30 ഇതാ ഒരു സഹോദരി 2100 തന്നിരിക്കുന്നു. കുട്ടിയുടെ ബർത്ത്ഡേ ആണ്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. അൻവർ MP ഉച്ചാരക്കടവ് 2100 രൂപ, അള്ളാഹു സ്വീകരിക്കട്ടെ. അബ്ദുറഹ്മാൻ ചമ്മാണിയോട് 2100. ഒക്കെ മരിച്ചുപോയാലുള്ള പേരിൽ ദ്വാരക്കാനാണ്. അള്ളാഹുവേ അവരുടെയൊക്കെ ഖബർ വിശാലമാക്കണേ റബ്ബേ. മരിച്ച വെല്ലിപ്പാന്റെ പേരിൽ 2100. അനുഭാവി ഒരു വൈകുന്നേരം ഏപ്രിലാണ്. അനുഭാവി ചമ്മാണിയോട് 2100. ഒരു വൈകുന്നേരം ഒരു അനുഭാവി. സഹോദരിമാരെ, ഒരമാന്തവും കാണിക്കണ്ട. നിങ്ങളത് നിയ്യത്ത് ചെയ്താൽ അത് കൊടുക്കാനുള്ള കഴിവ് അല്ലാഹു തആല നിങ്ങൾക്ക് തരും. ഇനി എത്രയോ ദിവസം ബാക്കിയാണ്. ഒരു കുട്ടിയുടെ ചെലവ്. അല്ലാഹുവേ, ആ സഹോദരന് ബറക്കത്ത് ചെയ്യണേ റബ്ബേ. ആ സഹോദരന് ഖൈർ കൊടുക്കണേ അല്ലാഹ്. ജഅഫർ ഫൈസി ചമ്മാണിയോട് റബീഉൽ അവ്വൽ 10ന് 2100 രൂപ. അല്ലാഹുവേ, ജഅഫർ ഫൈസിയുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. ഇനി വരുന്നുണ്ടോ? ഇനി 2100. ഈ സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മൾ എന്തെങ്കിലും ഒന്നും പറയാതെ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ നിന്ന് പോകരുത്. നമ്മൾ നല്ല നിയ്യത്തോടെ തരണം. ദിക്ർ ചൊല്ലാൻ നേരെ കഴിയുന്നില്ല, ദുആ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു സഹോദരിയാണ് 2100. ഫിറോസ് ആൽപ്പറ്റ. ഒരു ദിവസത്തെ ഭക്ഷണം വീണ്ടും അല്ലാഹു സ്വീകരിക്കട്ടെ. അത് സ്പെഷ്യലാണെന്ന് പറഞ്ഞു. ഒരു സ്പെഷ്യൽ, മാഷാ അല്ലാഹ്. ഇതൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരല്ലേ? അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും ആമീൻ പറയാം. അല്ലാഹു കബൂലാക്കട്ടെ. ഞാൻ ഇനി ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ അവസാനം ഒരു ഒറ്റ ദുആയിലിട്ട് ഉൾപ്പെടുത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് AP കാർഡ് റബീഉൽ അവ്വൽ 30ന്റെ അന്ന് 2100. ഹലാലായ മുറാദുകൾ ഹാസിലാക്കാൻ 2100. മാജിദ സഹോദരി 2100. എന്താണ്? വേങ്ങൂർ. ഒരു മുഹറം 19 2100. അബ്ദുസ്സലാം മുസ്ലിയാർ പുത്തമ്പള്ളി 2100. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു. സഹോദരിമാരെല്ലാരും എഴുതി കഴിഞ്ഞോ? സഹോദരിമാരെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ 2100 പാസ്സാക്കിയത്. നിങ്ങൾ എല്ലാരും പങ്കാളികളാവണം ഇൻഷാ അല്ലാഹ്. അബ്ദുൽ ഗഫൂർ ഉച്ചാരക്കടവ് ഒരു സഹോദരി, ഒക്കെ 2100കളാണ്. അതൊക്കെ വായിച്ചതാണ് ഇൻഷാ അല്ലാഹ്. ഇനി വരാനുണ്ടോ? ഞാൻ ദ്വാരക്കാണ്. സ്ത്രീകൾ ഇനി എഴുതുന്നുണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കി. ഒരു അനുഭാവി കാര്യവട്ടം 2100. ഇവിടെ എന്തൊക്കെ എല്ലാവരും അനുഭവിക്കുന്നവരാണല്ലോ. ഒരു സഹോദരൻ മരിച്ച ഉപ്പാന്റെ പേരിൽ ദുആ ചെയ്യാൻ 2500. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്. ഇതുവരെ സ്വതക്കയിൽ പങ്കെടുക്കാത്ത ആളുകളൊക്കെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് 2 ആളുകൾ 1001 രൂപ വീതം തന്നെ. 2 ആളുകൾ, അവർക്ക് ഞാൻ ഇവിടുന്ന് ഒരു തേൻ കുപ്പി സമ്മാനിക്കും. ആരാ തരിക? 2 ആളുകൾ. ഭർത്താവിന്റെ പേരിൽ ദുആ ചെയ്യാൻ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. മുറാദ് ഹാസിലാൻ ഒക്കെ 2100. ആരാ ഒന്നാമത്തെ ആള്? 1001. ഇതുവരെ ചെയ്യാത്ത ആളുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എണീറ്റിരുന്നോളി. അവർക്ക് ഇതുവരെ ചെയ്യാത്തതിനും കൂടെ ഒരു സമ്മാനമാണ്. പക്ഷെ ആരാ എണീറ്റ് നിൽക്കുക? ഒരു 2101 ഉണ്ടോ? 1. അൽഹംദുലില്ലാഹ്. ആ ചെറുപ്പക്കാരന്റെ ജോലികളിൽ അല്ലാഹു ഖൈർ കൊടുക്കട്ടെ. വേറെ ഒരാളും കൂടെ 1001. ആരാ എണീറ്റ് നിൽക്കുക? ഒരാളും കൂടെ 1001.
ഒന്ന് വേഗം കൈപൊക്ക്, സമയമല്ല ഇവിടെ. മകൻ ഹാഫിളാകാനാണ്, അല്ലാഹു ഹാഫിളാക്കി കൊടുക്കട്ടെ.